ഞാൻ പഠിച്ചതൊക്കെ ബാംഗ്ലൂർ ആയതുകൊണ്ട് അവിടെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ ഗേൾ ഫ്രണ്ട്സ് ആണ് കൂടുതൽ. അതിൽ ഒന്ന് രണ്ട് പേര് അവിടെ ഉണ്ട്. ടീന, മീന. പിന്നെ ബാംഗ്ലൂരിൽ പോകുന്നതൊക്കെ കൊള്ളാം. മോതിരം മാറിയതാണെന്ന് ഓർമ്മ വേണം. എനിക്ക് ആ ഓർമ്മയുണ്ട്. പക്ഷെ നിന്റെ കാര്യത്തിൽ റോക്കി ചാൻ വല്ലാതെ പൊസസീവ് ആവുന്നുണ്ടോ എന്നൊരു സംശയം. അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? ബാംഗ്ലൂരിൽ നിന്ന് വന്നാലുടനെ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ നടത്തണമെന്ന് ഞാൻ പറഞ്ഞപ്പോ പുള്ളി ഒരു ഷോക്ക് ന്യൂസ് എടുത്തിട്ടു. ഷോക്ക് ന്യൂസോ? എന്ത്? ഈ കഴിഞ്ഞ ദിവസം അച്ചായൻ നിന്റെ ഹൊറോസ്കോപ്പ് നോക്കിയെന്നോ അതിൽ മനുവിന് വൈധവ്യ യോഗം കാണുന്നുവെന്നും പിന്നെ എന്തോ പക്ഷത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. അത് കഴിയുന്നവരെ വിവാഹം നടക്കരുതെന്ന് അച്ചായൻ പറയുന്നു. മൈ ഗോഡ്, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അച്ഛൻ എന്താ ഭ്രാന്തായോ? എനിക്കും സംശയമില്ലാതില്ല. ഭ്രാന്തായതാണോ അതോ വല്ല ബാധയും കൂടിയതാണോ? നിന്നെ വിട്ടുതരാൻ അച്ചായൻ എന്തോ ബുദ്ധിമുട്ടുള്ളത് പോലെ. അച്ഛന്റെ മനസ്സെനിക്ക് മനസ്സിലാവുന്നേയില്ല. ഏതായാലും ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നാലുടനെ കല്യാണം നടത്തണം. മനസ്സമ്മതം കഴിഞ്ഞിട്ടാണോ ഹൊറോസ്കോപ്പ് നോക്കാൻ പോകുന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലേ സൂക്ഷിക്കണമെന്ന്. വൈധവ്യം എന്നാൽ ഭാര്യയ്ക്ക് ഭർത്താവിനെ നഷ്ടപ്പെടുന്നത് മാത്രമല്ല, ഭർത്താവിന് ഭാര്യയെ നഷ്ടപ്പെടുമെന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി കൂടി നിനക്കില്ലാതായോ? ഇങ്ങനെയാണെങ്കിൽ എത്ര കാലം ഇനി എന്റെ മനുമോൾ ജീവനോടുകൂടി ഉണ്ടാവും? ഈ കാര്യത്തിൽ എനിക്ക് നിന്നെ വിശ്വാസമില്ല. കീറി പോടിയകത്ത്. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ആഫ്റ്റർ ഓൾ റിംഗ് എക്സ്ചേഞ്ചിൽ നടന്നിട്ടുള്ളൂ. മോതിരം മാറി എത്ര വിവാഹങ്ങൾ നടക്കാതെ പോയിട്ടുണ്ട്. അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? അതേടി, എനിക്ക് ഭ്രാന്താണ്. 10-20 വർഷങ്ങളായി ഞാൻ ഈ ഭ്രാന്ത് കൊണ്ട് നടക്കുന്നു. ഇനി നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾ ഭംഗിയായി പൂർത്തിയാക്കിയാലേ എന്റെ ഭ്രാന്ത് മാറുകയുള്ളൂ. എന്താ ബോബൻ ആകെ മൂഡ് ഓഫ് ആയിട്ട്? അച്ചായൻ ഇന്നലെ കാണിച്ചതും പറഞ്ഞതൊക്കെ ഭയങ്കര ബോറായി പോയി അല്ലേ? സാരമില്ല. റോക്കിച്ചാന്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമുണ്ടാകുന്ന പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. ഇതിനു മുമ്പ് എന്തെങ്കിലും അച്ഛൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? അതൊക്കെ ശരിയാ. പക്ഷെ ആളും തരവും നോക്കാതെ ഇങ്ങനെ തേർഡ് റേറ്റ് നാടകം നടത്തി എന്തിനാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ എത്രമാത്രം ഹർട്ടായെന്ന് മനുവിനറിയോ? മറ്റാരെക്കാളും ബോബൻ എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതി. ബോബന്റെ കൈകളിൽ മനുമോൾ സേഫ് ആണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ മനസ്സൊന്ന് പേടിച്ചപ്പോ പിന്നെ കാണുന്നതും കേൾക്കുന്നതും നേരിടാൻ ഒരു ധൈര്യമില്ലാത്ത പോലെ. ഇത്രയും വർഷത്തെ ബന്ധത്തിനിടയ്ക്ക് റോക്കി ചാനും മനുവിനും ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടോ? എന്നല്ല ബോബൻ. ഓക്കെ, ഞാൻ അങ്ങോട്ട് സോറി പറയുന്നു. അച്ചായന്റെ മാനസികാവസ്ഥ എനിക്കിപ്പോ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സോ ലെറ്റ് us leave that topic. ഓക്കെ, എന്നാ ഞാൻ ഇറങ്ങട്ടെ അച്ചായ? പക്ഷേ കട്ടുറുമ്പായി ഞാനും ഉണ്ട്. ലെറ്റ് us enjoy ourselves if you don't mind. ബോബ നല്ല മുതുമുതുക്കം കട്ടുറുമ്പാ, എന്നാലും പോന്നോട്ടല്ലേ. പാവല്ലേ? വാ അച്ചായ. എന്താ ചയ? അത് മനുമോള് ഉറങ്ങിയോന്നറിയാൻ വന്നതാ. കൈതട്ടി ഇത് മോള് കിടന്ന് ഉറങ്ങിക്കോ. അച്ഛൻ ഇപ്പോഴും ഞാൻ കൊച്ചുകുട്ടിയാന്നാ വിചാരം. ഇപ്പോഴൊന്നല്ല, എന്നും. ആ, മോള് കിടന്നോ.
അയ്യോ പട്ടി എന്താണോ ഇപ്പൊ അത് രാത്രിയില് എനിക്ക് മുള്ളാമുട്ടർ മുള്ളാമുട്ടർ ഇതിന്റെ അമ്മയെ വിളിച്ചിട്ട് പോടാ. അമ്മേന് പറഞ്ഞത് എന്ത് അച്ഛനെ വിളിക്കാനായിട്ട്. പെണ്ണ് കെട്ടാൻ പ്രായമായല്ലോടാ, ഒറ്റയ്ക്ക് പോയി ഒഴിച്ചൂടെ? മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് പാതി രാത്രിയില്. അപ്പൊ വരൂലല്ലേ? ഇല്ല. അയ്യോ അയ്യോ പ്രേതം. അയ്യോ അച്ഛാ. അയ്യോ അയ്യോ ഇതാ, അവിടെ ഒരു പ്രേതം എവിടെ? എന്നെ നോക്കി നിന്നിട്ട് വെറുതെ എന്ന് പറഞ്ഞ് ചിരിക്കണ്. അവിടെ ഒന്നും കാണാനില്ലല്ലോ. നീ വെറുതെ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ചാ മോനെ. അയ്യോ അയ്യോ, കിടന്നുറങ്ങാൻ നേരത്ത് പൈപ്പ് പൂട്ടിയിട്ടുണ്ടോന്ന് നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേടാ. ഇതെന്തത്? എന്താണെന്ന് ചോദിച്ചിട്ടില്ലേ? മൂത്രം. അയ്യേ മൂത്രോ? ശേ വൃത്തികെട്ടവൻ. പോയി കിടന്നുറങ്ങാൻ ചെല്ല്. മൂത്രം ഒഴിക്കാൻ കൊണ്ട് മൂത്രം ഇന്ന് ഇനി കാശ് കിട്ടാൻ തിരിച്ചു പോണ പ്രശ്നം ഒതുക്കുന്നേ ഇല്ല. പടച്ചോനെ ബലം എന്തിനാ കുഴിയെടുക്കണേ? പഴം പിള്ള ചത്തോ? സുന്ദര, താനെന്താ അവിടെ കിണർ വയ്ക്ക? പടച്ചോനെ ഇവന് ഭ്രാന്തായിന്നാ തോന്നണത്. എന്ന് മാമുക്കനെ പോലുള്ള ബ്ലേഡുകാർക്ക് തോന്നും. പക്ഷെ ഇവിടെ മനസ്സമാനായിട്ട് ജീവിക്കണമെങ്കിലേ യക്ഷിയെ പിടിക്കണം. യക്ഷിയോ? ആ, മനുഷ്യന്മാരുടെ രക്തം കുടിക്കാൻ തക്കം പാർത്ത് നടക്കുന്ന യക്ഷിയെ ഞാൻ ഈ കുഴി ചാടിക്കും. അതെങ്ങനെയാടാ മോനെ? യക്ഷി നിലം തൊടാതല്ലേ നടക്കുന്നത്? നിലം തൊടാതിരിക്കുക യക്ഷി എന്താ രണ്ടെണ്ണം വിറ്റിട്ടാണ് നടക്കുന്നത്? എന്താണ് ഇക്കൊന്ന് ആലോചിച്ച്, നിലത്ത് ചവിട്ടാതെ എങ്ങനെയാ യക്ഷിയുടെ ചെലങ്കെങ്കിലും ചിൽ ചിൽ ചിൽ. അത് ശരി, അത് നമ്മൾ ഓർത്തില്ല. ആട്ടെ, ഈ യക്ഷിയെ പിടിച്ചിട്ട് എന്ത് ചെയ്യാനാ? രണ്ടാക്കൂടി അങ്ങനെ ഒപ്പന പാടി കളിക്കാനാ? തോക്കി കയറി വെടിവെക്കരുത്. യക്ഷിയെ കിട്ടിക്കഴിഞ്ഞാൽ അവളുമായി നമ്മൾ ചങ്ങാത്തം കൊടുക്കും. നമ്മളല്ല, നീ കൂടിയാ മതി. ആ എന്നിട്ട് പതുക്കെ പതുക്കെ നമ്മൾ അവളുടെ വീക്ക്നെസ് കയറി പിടിക്കും. അയ്യേ ഛെ, ഏയ് ആ വീക്ക്നെസ്സിലല്ല. അത് ശരി. ആ എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും അവൾ അനുസരിക്കുന്ന സ്റ്റേജ് വരുമ്പോൾ നമ്മൾ ബുദ്ധി പുറത്തേക്ക് എടുക്കുന്നു. ആ അപ്പൊ അത് ഇതല്ലേ പുറത്തേക്ക് എടുത്തു? ഇല്ല, നന്നായി. അവളെ ഞാൻ ഈ കുഴിയിൽ അടക്കി ആണി അടിക്കും. ചെക്കിന്റെ കാറ്റ് പോയോ? അല്ലോ നമുക്ക് പണവും വേണ്ട, പലിശയും വേണ്ട, ജീവൻ മതിയേ.